ശരിക്കും അവൻ തന്നെയാണ് രഘു തിരുവോണത്തിന് നിന്നെ കാണാൻ വന്നത്? അതോ ആരെങ്കിലും നിന്നെ കബളിപ്പിക്കാൻ? അല്ലെങ്കിൽ എനിക്ക് അതിലിനെ അറിയില്ല. വേറെ ആർക്കും അവനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മനസ്സിലായില്ലെന്ന് വരും. പക്ഷെ എനിക്ക് അവനെ എപ്പോൾ കണ്ടാലും തിരിച്ചറിയാൻ പറ്റുമ്പോൾ. പക്ഷേ അവൻ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയല്ലേ? അവനെങ്ങനെ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റി? കോടതി അവന് ജാമ്യം അനുവദിച്ചു? അതൊന്നും എനിക്ക് അറിയില്ല അങ്കിളെ. ആ ബഹളത്തിനിടയ്ക്ക് അവൻ കയറി വന്നപ്പോഴേ എങ്ങനെയെങ്കിലും അവനെ അവിടെ നിന്ന് തിരിച്ചയക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ചിലപ്പോ ആക്സിഡന്റ് പറ്റി ഗുരുതരാവസ്ഥയിലായത് പരിഗണിച്ച് കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ച് കാണും. എന്തായാലും അവൻ വന്ന് ഗോൾഡ് ചോദിച്ച സ്ഥിതിക്ക് നീ സൂക്ഷിക്കണം. അവനത് ചിലപ്പോൾ മനഃപൂർവ്വം വണ്ടിക്കകത്ത് ഒളിപ്പിച്ച് വെച്ചതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇത്ര ധൈര്യത്തിൽ അത് ചോദിച്ച് ആദ്യം നിന്റെ മുമ്പിൽ വരും. ആ ഓണാഘോഷത്തിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത് അബദ്ധമായി. ഞാൻ പെട്ടെന്ന് വലിയ കാശുകാരനായല്ലോ എന്നുള്ള മട്ടിലായിരുന്നു അവന്റെ സംസാരം. ഇനിയിപ്പോ അതൊന്നും കാര്യമൊക്കെ ഉണ്ട്. ഒരു ക്ലബ്ബുകാർ നടത്തിയ ഓണാഘോഷമായിട്ട് അതിനെ കണ്ടാൽ മതി. പക്ഷെ നീ ഇനി സൂക്ഷിക്കണം. നിന്റെ പേരിൽ ഒരു ബിസിനസ്സോ വീടോ വണ്ടിയോ ഒന്നും കുറച്ചു കാലത്തേക്ക് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. അതവനൊരു തെളിവായിട്ടെടുക്കും. അല്ല, അപ്പോ നമ്മൾ പ്ലാൻ ചെയ്ത ബിസിനസ് എങ്ങനെ തുടങ്ങുമെങ്കിൽ? ഗാർമെന്റ്സ് ബിസിനസ് അമ്പിളിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്താലോ? എടാ, നിന്റെ അടുത്ത ബന്ധുക്കളുടെ പേരിലായാലും അതൊരു പണിയാവും രഘു. പണത്തിന്റെ സോഴ്സ് ചോദിച്ചാ അവിടെ എന്ത് പറയും? അപ്പോ ഇനി എന്ത് ചെയ്യുമെങ്കിൽ? നീ പഠിക്കണ്ട. നിനക്ക് വേണ്ടി ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നല്ലേ അണ്ണനോട് പോലും നമ്മൾ പറഞ്ഞത്. തൽക്കാലം ഗാർമെന്റ്സ് നമുക്ക് എൻ്റെ പേരിൽ വാങ്ങിക്കാം. എനിക്കാവുമ്പോൾ പണത്തിന്റെ സോഴ്സ് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അല്ല, നിനക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മതി. എനിക്ക് നിർബന്ധമില്ല. ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞെന്ന് മാത്രം. അങ്കിളിന് എനിക്കൊരു വിശ്വാസക്കുറവുമില്ല. ഗാർമെന്റ്സ് യൂണിറ്റ് അങ്കിളുടെ പേര് തന്നെ എടുക്കാം. എങ്കില് ആദിലിന്റെ ഭാഗത്തുനിന്ന് എന്ത് സമ്മർദ്ദം ഉണ്ടായാലും ആ ഗോൾഡ് നിന്റെ കൈ കിട്ടിയെന്നുള്ള ഒരു സൂചന പോലും അവന് കൊടുക്കരുത്. ഇല്ലെങ്കിൽ അതിന് എന്ത് വന്നാലും ആരുടെ മുമ്പിൽ ഞാൻ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ശരി, അപ്പൊ പിന്നെ നോ മോർ ടെൻഷൻ. നമ്മള് നമ്മുടെ പ്ലാൻ പോലെ മുന്നോട്ട് പോകുന്നു. ഓക്കെ? അപ്പൊ ഞാനൊന്ന് ശരി ശരി പോയിട്ട് സുശീലേ, എടി സുശീലേ. ആ, എന്താ ഭാനുമേ? ഒരുപാട് നാളെയല്ല കണ്ടിട്ട്. മോനെ ശ്യാമേ, നിന്റെ അമ്മായിയമ്മയുണ്ടോ ഇവിടെ? അമ്മ ഇവിടെ ഇല്ലല്ലോ ഭാനുമ്മേ. എന്തിനാ ഭാനുമ്മ അമ്മയെ അന്വേഷിക്കുന്നെ? എന്താ, എനിക്ക് അവളെ അന്വേഷിക്കാൻ പാടില്ലേ? നിന്റെ അമ്മ ഇവിടെ ഇല്ലെങ്കിൽ ഇന്ദ്രനെ സത്യനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ. നിങ്ങളോടെല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടി കൊച്ചേ, നിന്റെ ഭർത്താവിനെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചേ. നിന്റെ മുമ്പിൽ വെച്ചേ എനിക്ക് അവനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സത്യേട്ടൻ ജോലിക്ക് പോയിരിക്കാ ഭാനുമ്മേ, രാത്രിയിലേ വരൂ. ഇന്ദിരേട്ടന് ഇവിടെ ഇല്ല ഭാനുമേ. ഭാനുമ കയറിയിരിക്കും. അമ്മൂടനെ വരുമായിരിക്കും അല്ലേ സോനി? ആർക്കറിയാം, അമ്മയുടെ കാര്യല്ലേ. എന്താ കാര്യമെന്ന് ഭാനുമ്മ ഞങ്ങളോട് പറ. എടി മോളെ, നിന്റെ അമ്മ ഒരു കാലത്തും നന്നാവില്ലേടി. അവളെ അനുപമയുടെ വീട്ടിൽ വന്ന് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാവോ?
എന്റെ മകനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിനക്ക് പല ആണുങ്ങളുമായിട്ട് ബന്ധമില്ലേ? ഈ നാട്ടിൽ കിടന്ന് ഇമ്മാതിരി കാട്ടിക്കൂട്ടൽ നടക്കില്ല. ഇവിടം വിട്ട് എവിടെങ്കിലും പോയി അടിഞ്ഞാടിക്കോട്ടെ. ഇവിടെ കിടന്ന് വൃത്തികേട് പറയുന്ന സമയത്തെ നിന്റെ മകന്റെ കുഞ്ഞ് അകത്ത് കിടപ്പുണ്ട്. അതിനെ ഒന്ന് കാണാൻ നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ മകന്റെ കുഞ്ഞു തന്നെയാണെന്ന് എന്താ ഉറപ്പ്? അവിടെ വെച്ചേ അവിടെ മുഖത്തടിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ പലതും ഓർത്ത് ഞാനത് ചെയ്തില്ല. എന്നുവെച്ച് ഇനിയും എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല മക്കളെ. കാരണം ഞാൻ പലതിനും സാക്ഷിയാ. ഭാനുമ്മേ, അമ്മയുടെ സ്വഭാവം ഭാനുമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? അപ്പൊ തോന്നുന്ന ദേഷ്യത്തില് എന്തെങ്കിലുമൊക്കെ പറയുന്നില്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞു. ഇപ്പൊ തന്നെ പ്രതിഭയെ വീട്ടിൽ കേറ്റില്ലാന്ന് പറഞ്ഞിട്ട് അവളെ തിരിച്ചു വിളിച്ചില്ലേ? അത്രേ ഉള്ളൂ അമ്മ. അത്രയൊന്നും അല്ല സോനെ. പുലി പതുങ്ങുന്നതും സുശീല ഒതുങ്ങുന്നതും ഒരുപോലെയാ. അവൾ ഉദ്ദേശിച്ച കാര്യം അവൾ ഉന്നം പിഴയ്ക്കാതെ ചെയ്തിരിക്കും. ഭാനുവമ്മ എന്തൊക്കെയായി പറയുന്നേ? അമ്മ വീണ്ടും പ്രതിഭയുടെ വയറ്റിൽ കിടക്കുന്ന ജീവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണോ? ശ്രമിക്കൂന്നല്ല, അവൾ അതിനെ ഇല്ലാതാക്കിയിരിക്കും. ഭാനുമ്മേ, വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രതിഭയെ പേടിപ്പിക്കല്ലേ. അവൾ ഇവിടെ കുറച്ച് മനസ്സമാധാനത്തോടെ ജീവിച്ചു പോവാ. പ്രതിഭ ഇവിടെ സമാധാനത്തിലായി ജീവിക്കുന്നെന്ന് നീ വിശ്വസിച്ചാ മതി. ഞാൻ വിശ്വസിക്കില്ല. അവളോടെ നിന്റെ അമ്മ ചെയ്തത് എന്താണെന്ന് നിനക്കറിയോടി? സ്വന്തം മകന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഏതോ മന്ത്രവാദിയുടെ കയ്യിൽ നിന്ന് ലേഖ്യം മേടിച്ചു കൊണ്ടെന്ന് കൊടുത്തവളാ സുശീല. അമ്മ പ്രതിഭയ്ക്ക് ലേഹ്യം കൊടുത്തത് കുഞ്ഞിന്റെ ദോഷങ്ങൾ മാറാനാ. അത് മാറിയതുകൊണ്ടല്ലേ ഭാനുമ്മേ പ്രതിഭയ്ക്ക് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞത്? അല്ലടി മോളെ, ആ ലേഖ്യം കഴിക്കുന്നതിൽ നിന്ന് അനുപമ പ്രതിഭയെ വിലക്കിയത് കൊണ്ടാ അവൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അതിനുശേഷം മന്ത്രവാദിയെ കണ്ട് വീണ്ടും ലേഖ്യം വാങ്ങി നിന്റെ അമ്മ പ്രതിഭയ്ക്ക് നൽകി. അതപ്പ തന്നെ അനുപമ പിടിച്ചു വാങ്ങി. അവളെ എല്ലാം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്ന് നിന്റെ അമ്മയ്ക്ക് മനസ്സിലായതുകൊണ്ടാ അവള് പ്രതിഭയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇതൊന്നും അനുപമ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അതവൾ ആരോടും ഒരിക്കലും പറയില്ല എന്ന് കരുതിയിട്ടാവണം സുശീല വീണ്ടും വീണ്ടും അവിടെ വന്ന് അവളെക്കുറിച്ച് വേണ്ടാതീനം വിളിച്ചു പറയുന്നത്. പക്ഷേ എനിക്ക് ഇനിയും അതൊന്നും കേട്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാ അതെല്ലാം ഞാൻ ഇവിടെ വന്ന് പറയാൻ തീരുമാനിച്ചത്. ഭാനുമ്മ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഇതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാ. നിന്റെ അമ്മ ജയിലിൽ പോയി കിടക്കേണ്ടി വരും സോനെ. അതൊന്നേ അവളെ പറഞ്ഞു മനസ്സിലാക്കിയേക്ക്. ഭാനുമേ, ഭാനുമേ, ഒരു ആവേശത്തിന്റെ പുറത്ത് ഭാനുമ ഇങ്ങനൊന്നും വിളിച്ചു പറയല്ലേ. എന്തുണ്ടെങ്കിലും നമുക്ക് സമാധാനത്തോടെ പറഞ്ഞു തീർക്കാം. നിന്റെ അമ്മയ്ക്ക് സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോടി? ഞാൻ വന്നു പറഞ്ഞ കാര്യം ഇന്ന് തന്നെ നിങ്ങള് ഇന്ദ്രനെ സത്യനെ അറിയിക്കണം. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു വരവ് കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അതെ, നിന്റെ അമ്മയെ ജയിലിൽ കയറ്റാനുള്ള തെളിവായിട്ടായിരിക്കും. പറഞ്ഞേക്കാം. പ്രതിഭേ, ഭാനുമ പറഞ്ഞതൊക്കെ സത്യമാണോ? അമ്മ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ ആരതി ഒഴിഞ്ഞ് അമ്മ ഇവിടേക്ക് സ്വീകരിക്കുമായിരുന്നു പ്രതിഭ. അമ്മയ്ക്ക് അനുചേച്ചി ആ കാര്യത്തിൽ പേടിയുണ്ട്. അതാ എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോ ഭാനുമ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്നാണോ? അതെ, ഭാനുമ്മ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. പക്ഷേ എന്റെ വീട്ടുകാർക്ക് പോലും ഇതൊന്നും അറിയില്ല. തൽക്കാലം ഇതാരെ അറിയിക്കാതെ അമ്മയെ തിരുത്താൻ ശ്രമിക്കുകയായിരുന്നു അനുചേച്ചി. ഇതിന്റെ പേരില് ഈ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് അനുചേച്ചി ഇപ്പോഴും ആഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ
എനിക്ക് ഇപ്പോഴും ടെൻഷനുണ്ട്. സത്യേട്ടനെ ആ കാര്യം അറിയിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു ഞാൻ. ആ ഭാനുമേ, ആ നീങ്ങെത്തിയോ? ആവശ്യമുള്ള നേരത്തെ ഒരെണ്ണത്തിനെയും കാണില്ല. അല്ല എന്തു പറ്റി? ഭാനുമ വീട്ടിൽ പോയിട്ട് വരികയാണോ? അതെ, നിന്നെ നിന്റെ അനിയനെയും തള്ളയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. എന്താ ഭാനുമ വിശേഷം? വിശേഷമൊക്കെ ഞാൻ നിന്റെ അനിയത്തിയോടും അളിയനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിഭയും കേട്ടിട്ടുണ്ട്.